ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചുവന്നുള്ളിയും അതുപോലെ തന്നെ റാഗിപ്പൊടിയും വെച്ചിട്ടുള്ള ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ചുവന്നുള്ളി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഈ ചുവന്നുള്ളി ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ഇത് കേട്ടോ. ഇതിന് ഒരു വേരൊക്കെ പിടിച്ച പോലെ കുറച്ച് കിളിപ്പൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചുവന്നുള്ളി ഫുള്ളായിട്ട് വേണ്ട, അപ്പോൾ കുറച്ച് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടോ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഞാൻ ഇത്രയും ചുവന്നുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് നമുക്കൊന്ന് നന്നായിട്ട് കഴുകി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വരുന്ന വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യും യൂസ് ആക്കാം. ഇനി ഇതിലേക്ക് നമ്മളിവിടെ കട്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് മൂത്ത് ചുവന്ന് വരുമൊന്നും വേണ്ട. ആ ഉള്ളിയുടെ ആ പച്ചച്ചുവയൊന്നും മാർക്കിട്ടിയാൽ മാത്രം മതി. ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ചെറിയ മക്കൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ പച്ചമുളക് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവസാനം നമ്മളിതിലേക്ക് കുറച്ചുകൂടി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലും കുറച്ച് ഉണങ്ങിയ മുളകൊന്ന് ക്രഷ് ആക്കിയത് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ 250 ml കപ്പിൽ 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ അത് ഇവിടെ നിന്ന് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് റാഗിപ്പൊടി നമുക്ക് ഒന്ന് കലക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് കലക്കിയെടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന റാഗിപ്പൊടിയുടെ വെള്ളം കുടിക്കുന്നതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വെള്ളത്തിൻ്റെ അളവ് വരിക കേട്ടോ. അപ്പോൾ ഞാനിത് ഉപയോഗിച്ചത് കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചത്, നിങ്ങൾ 1 കപ്പ് വെള്ളം ഒഴിക്കേണ്ട, പകുതി കപ്പ് 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ 1/2 കപ്പ് വെള്ളം റാഗിയിൽ ചേർക്കുക, അല്ലെങ്കിൽ 1.5 കപ്പ് വെള്ളം ഇതുപോലെ വെള്ളത്തിൽ പാനിൽ ചേർത്ത് കൊടുത്താലും മതി. എന്തായാലും ഇതിലേക്ക് മൊത്തം നമുക്ക് വേണ്ടത് ഒരു 2.5 കപ്പ് വെള്ളമേ ആവശ്യമുള്ളൂ. ഞാൻ 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു വലിയ മുറി തേങ്ങ ഇതിലേക്ക് ചിരകിയത് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിവിടെ കലക്കി വെച്ചിട്ടുള്ള റാഗിയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെനിക്കിത് റെഡിയായി വന്നപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളം അധികം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കുറച്ച് വെള്ളം കുറച്ച് ചേർത്താൽ മതി. 1/2 കപ്പ് കമ്മിയാക്കി ചേർത്താൽ മതി. അപ്പോൾ കറക്റ്റ് പാകമായി കിട്ടിക്കോളും. ഇപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇത് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ തേങ്ങയും ഈ കോറയും, നമ്മളിവിടെ കോറ എന്ന് പറയും കേട്ടോ, അതുകൊണ്ടാണ് ഇടയ്ക്ക് കോറ എന്ന് വരുന്നത്. റാഗിപ്പൊടിയും കൂടി നന്നായിട്ട് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നന്നായി ഇത് കുറുകി വരുന്നത് അറിയാൻ പറ്റും. അപ്പോൾ ഇത് ഓരോ സ്റ്റേജിലും ഇത് കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. നന്നായിട്ട് കുറുക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു സ്റ്റേജിൽ ഇത് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട്, അപ്പോൾ ഇങ്ങനെ കുറുക്ക് പോലെ കഴിക്കണം എന്നുണ്ടെങ്കിൽ, ഉള്ളി പച്ചമുളകൊക്കെ ചേർത്ത് കുറുക്ക് പോലെ കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ലൂസാക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തിട്ടൊക്കെ ഒരു കുറുക്കിൻ്റെയൊക്കെ പരുവാവൂലേ, ആ പരുവത്തിൽ നമുക്ക് കോരി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ എടുത്ത് കഴിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് അത്യാവശ്യം നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ 1/2 കപ്പ് വെള്ളം കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കമ്മിയാക്കി ചേർക്കുമ്പോൾ ഇതിനേലും കുറച്ചുകൂടി കട്ടിയായിട്ടാണ് വരിക. അങ്ങനെയാണ് നമുക്ക് വേണ്ടതും. ഇത് കുറച്ച് വെള്ളം കൂടിപ്പോയി കേട്ടോ, എന്നാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് ലൂസായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫാക്കി കൊടുത്തേക്കാം. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അതിൽ തന്നെ വെച്ചാൽ ചൂടാറാൻ ഒരുപാട് സമയം എടുക്കും. ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ടാണ് ഞാനിതൊന്ന് ചൂടൊക്കെ ഒന്ന് ആറ്റിയെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് ഇത് ചൂടൊന്ന് ആറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ടോ, ചെറുതായിട്ട് കയ്യിൽ ഒട്ടുന്ന ഒരു പരുവാണ് ഉള്ളത്. പക്ഷെ നിങ്ങൾ വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. കൈയൊന്ന് കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് ഇത് ഇനി വാഴയിലയിൽ പരത്തിയിട്ട് നമുക്ക് ദോശക്കല്ലിൽ വെച്ചിട്ട് ചുട്ടെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ ആ രീതിയിലല്ല ഇപ്പോൾ ചെയ്യുന്നത്.
ഞാൻ ഇതിങ്ങനെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. മുഴുവനും നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാം. നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് ഉരുട്ടിയെടുക്കാം. ഞാൻ കുറച്ച് വലിപ്പത്തിലാണിത് ഉരുട്ടിയെടുക്കുന്നത്. ചെറുത് മതിയെങ്കിൽ ചെറുതാക്കിയിട്ടും ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ അല്ല നിങ്ങൾക്ക് ഒരു വാഴയിലയിൽ വെച്ച് ഇങ്ങനെ പരത്തിയിട്ട് നമുക്ക് ദോശക്കല്ലിൽ വെച്ച് ചുട്ടെടുക്കാനാണെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കാം. ഞാൻ അത് ഇവിടെ മുഴുവനും ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എൻ്റെ ഇത് കുറച്ച് വെള്ളം കൂടിയതുകൊണ്ടാണ് കയ്യിലും ആ പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയ്ക്ക് അങ്ങോട്ട് ഒട്ടൂല. ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പകരം നിങ്ങൾക്ക് നെയ്യ് മതിയെങ്കിൽ നെയ്യ് യൂസ് ആക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരല്പം 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചതക്കിയെടുത്ത മുളക്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. മുളക് നമ്മളിത് ചതക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ടെന്ന്. ഫ്ലെയിമിൽ ഓയിൽ വെക്കാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് ഒരു 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നമ്മളിവിടെ ഉരുട്ടി വെച്ചിട്ടുള്ള നമ്മുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അല്പം വെള്ളം കൂടിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. പക്ഷെ നല്ല ഒരു കട്ടിയിട്ട് കിട്ടൂല എന്ന് മാത്രമേ ഉള്ളൂ. കഴിക്കാനൊന്നും ഒരു ടേസ്റ്റ് കുറവുമില്ല. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. കഴിക്കുമ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കട്ടിയായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഷേപ്പ് ഒന്നും മാറാതെ കിട്ടിക്കോളും. ഇത് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ വെള്ളം അധികം ആയതുകൊണ്ടാണ് ഷേപ്പൊക്കെ ഒന്ന് മാറിപ്പോകും ചിലപ്പോൾ. ഇപ്പോൾ അതായത് ഇവിടെ എല്ലാതും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫാക്കി കൊടുത്തേക്കാം. എന്നിട്ട് നമുക്കിതൊരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള റാഗി കൊണ്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക. ലൈക്കും ചെയ്യുക കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സോഫ്റ്റ് ആയിരിക്കുമെന്ന്. അങ്ങനെ കുറച്ച് സോഫ്റ്റാണ് കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചൂട് ചായക്കൊപ്പൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഹെൽത്തിയുമാണ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും